നമസ്കാരം. ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായ കുട്ടികളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് ലോകോത്തരമെന്നും MP. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയ സമർപ്പണം. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ BJP പ്രതിഷേധം. BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ച്. ഭരണാധികാരികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ഓങ്ങല്ലൂർ പുലാശ്ശേരിക്കരയിൽ അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് പുലാശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാർ ശ്രീദേവി ദമ്പതികളുടെ മകൻ ആരവ്. അപകടം ഇന്നലെ വൈകിട്ട്. കുട്ടി മരിച്ചത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വടക്കാഞ്ചേരി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. കവർച്ച കേളത്ത് സ്കാഫ് ഹോൾഡിംഗ് എന്ന കമ്പനി. വാർത്തകൾ വിശദമായി. സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായ കുട്ടികളെ മാറ്റാൻ കഴിയാതിരുന്നാൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടം സമൂഹത്തിന് ഗുണമുള്ളതായി മാറില്ലെന്ന് കെ രാധാകൃഷ്ണൻ MP. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു കെ രാധാകൃഷ്ണൻ MP. ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നു. അതായത് പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഭൗതിക അന്തരീക്ഷം മാറ്റി എല്ലാ അവസ്ഥയിൽ എല്ലാ കാര്യത്തിലും ഏറ്റവും പുറകിൽ നിന്നിരുന്ന നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷം മാറ്റിയിട്ടുണ്ട്. ആ അന്തരീക്ഷമൊക്കെ തന്നെ നല്ലപോലെ മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് കഴിഞ്ഞ 8 വർഷത്തിന് ഉള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 5400 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു. 5400 കോടി രൂപയാണ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഭാവി തലമുറ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ്. ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിലേക്ക് MPയെയും മറ്റു അതിഥികളെയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ആനയിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. KSFEയുടെ സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ട് വഴി 12.5 ലക്ഷം രൂപ ചെലവിലാണ് കമ്പ്യൂട്ടർ ലാബ് നവീകരണം. കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതി വഴി പുതിയ സ്റ്റേജ് നിർമ്മാണവും പൂർത്തിയാകുന്നു. 2025 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ, KSFE ഫിനാൻസ് ജനറൽ മാനേജർ ശരത് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ജാനകി, എലിശ്ശേരി വിശ്വനാഥൻ, KK ശ്രീവിദ്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. ഗോപാലകൃഷ്ണൻ, PM ജാഫർ മോൻ, ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, ഹെഡ് മിസ്ട്രസ് T. ഫാത്തിമ സുഹറ, SMC ചെയർമാൻ AG രാജൻ, MPTA പ്രസിഡന്റ് സുമ അയ്യപ്പൻ, ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി MJ ബിജി, വിദ്യാർത്ഥി പ്രതിനിധി MK അനാമിക, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N. സുനിത, PTA പ്രസിഡന്റ് AV മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭരണാധികാരികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി നടത്തിയ PWD ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു P. വേണുഗോപാലൻ. ഒറ്റപ്പാലം NSS ഹൈസ്കൂൾ പരിസരത്തു നിന്നാണ് PWD ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. ജില്ലാ മണ്ഡലം നേതാക്കളായ P. സത്യഭാമ, രാജേഷ് വെള്ളോത്ത്, സുരേഷ് കോണിക്കൽ, അനിത രമേശ്, MK രാജശേഖരൻ, സജിത, ശേഖരൻ, ജയൻ മലനാട്, പ്രമോദ് കുമാർ, K. കുഞ്ഞൻ, S. ഗംഗാധരൻ, പ്രസീത,
സഞ്ജുമോൻ, മണികണ്ഠൻ, ധന്യ, ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭരിക്കുന്നവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് മുഖ്യ കാരണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു. മഴക്കാലമാകുമ്പോഴേക്കും പണി പൂർത്തീകരിക്കുന്നതിനു പകരം നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. റോഡ് തകരാനായി നിർമ്മാണം നടത്തും പോലെയാണ് ഇവിടുത്തെ രീതികളെന്നും പി വേണുഗോപാൽ ആക്ഷേപിച്ചു. ഓരോ സമയത്ത് അവർ ഉദ്ഘാടനമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ നിർമ്മാണം നടക്കുന്നില്ല. പഞ്ചായത്തുകളുടെ ദയനീയമാണ്. അമ്പലപ്പാറയിലുള്ള ആ പ്രസിദ്ധമായുള്ള പനിയൂർ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, അവിടെ ദൈവവിശ്വാസികൾ അവിടെ എത്തേണ്ട അതിന് മുന്നേ തന്നെ പനിയൂർക്കാരുടെ കാണും. വണ്ടിയിലാ പോകണമെങ്കിൽ നടക്കുമ്പോൾ തന്നെ പറയുമ്പോൾ ചളിയിൽ കുളിക്കണം. അവിടുത്തെ കുളത്തിലിറങ്ങി കുളിച്ചിട്ട് വേണ്ടി വരും തൊഴാം. ഞാൻ ഓരോരോ റോഡുകളുടെയും കാര്യം പറയുന്നത് എല്ലാ ഭാഗത്തും. ഇപ്പൊ ഇവിടെ ചെറുപ്പശ്ശേരി ഷൊർണൂർ മണ്ഡലത്തിൽ പെടുന്നു. ഷൊർണൂര് BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ എസ് സ്വരൂപ് സ്വാഗതവും KP കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ പുലാശ്ശേരിക്കരയിൽ അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. പുലാശ്ശേരിക്കര കാമ്യകം വീട്ടിൽ കൃഷ്ണകുമാർ ശ്രീദേവി ദമ്പതികളുടെ മകൻ ആരവാണ് മരിച്ചത്. വാടാനംകുറിശി ഗവൺമെൻറ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ടു വന്നപ്പോഴാണ് അപകടം. വീടിന് മുന്നിൽ വാടാനംകുറിശി സ്കൂളിൻ്റെ ബസ്സിൽ വന്നിറങ്ങിയ കുട്ടിയെ മറ്റൊരു സ്കൂളിൻ്റെ ബസ് ഇടിക്കുകയായിരുന്നു. അമ്മ നോക്കി നിൽക്കെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം പട്ടാമ്പിയിലെ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബുധനാഴ്ച പുലർച്ചെയാണ് കുട്ടി മരിച്ചത്. വാടാനംകുറിശി GLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 6 വയസ്സുള്ള ആരവ്. സ്കൂൾ ബസ്സിൽ വീടിന് മുന്നിൽ ഇറങ്ങി വീട്ടിലേക്ക് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ എതിരെ വന്ന പുലാശ്ശേരിക്കര AUP സ്കൂളിൻ്റെ ബസ്സാണ് കുട്ടിയെ ഇടിച്ചത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി മെണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ കവർന്നു. കേളത്ത് സ്കാഫ് ഹോൾഡിംഗ് എന്ന കമ്പനിയിലാണ് കവർച്ച നടന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കമ്പനി ഉടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത്. സ്കാഫ് ഹോൾഡിംഗ് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ആളാണ്. അവിടെ നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ ജാക്കി സ്പാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ താൽക്കാലികമായിട്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടും വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു 2 ആഴ്ച ലീവിൽ പോയ ഒരു ഗ്യാപ്പിലാണ് ഇവിടെ മോഷണം നടന്നിരിക്കുന്നത്. അതും ബാക്കിൽ മതിൽ പൊളിച്ച് ഈ ഷട്ടർ പൊളിച്ച് നമ്മുടെ ഓഫീസിൻ്റെ ഡോറിൻ്റെ ഉള്ളിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തത്. മെയിനായിട്ട് ഡൈകളാണ്, മെഷീൻ്റെ ഡൈകളാണ്. നമ്മളെ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ ഒക്കെ ഡൈകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ മെയിനായിട്ട് മെയിൻ വില കൂടിയ സാധനങ്ങളാണ്. അത് ഒരു 10 ലക്ഷം ഏകദേശം വാല്യൂ വരുന്ന സാധനങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഡൈകളാണ് മോഷണം പോയത്. കമ്പനിക്ക് പിറകിലെ മതിൽ തകർത്ത കമ്പിപ്പാരയും മറ്റും പരിസരത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കടയുടമ ഹാരിസ് പറയുന്നു. കമ്പനിക്ക് പിറകിലെ ആളൊഴിഞ്ഞ പറമ്പിൽ സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നതും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡിവിഷൻ കൗൺസിലർ ഉദയബാലൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. കുറച്ച് ദിവസം നന്നായി പണിയെടുത്തിട്ട് തന്നെയാണ് ഇത് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം ഉണ്ടാവുമല്ല. 2-3 സ്ഥലത്തു നിന്ന് നമ്മളതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോലീസിൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. അംഗൻവാടികളിൽ പുതിയ ഭക്ഷണ വിതരണം നടപ്പാക്കുമെന്ന് പറഞ്ഞ മന്ത്രിയുടെ വാഗ്ദാനം ഇനിയും നടപ്പായില്ല. പുതിയ ഭക്ഷണ രീതി നടപ്പാക്കാനുള്ള ഉത്തരവ് ലഭിച്ചില്ലെന്നാണ് കുഴൽമന്ദം ICDS ഓഫീസും അംഗൻവാടി അധ്യാപകരും പറയുന്നത്. പുതിയ ഭക്ഷണ വിതരണം ആരംഭിക്കണമെങ്കിൽ ഒട്ടേറെ കടമ്പകളുണ്ടെന്നും നിലവിൽ ലഭിക്കുന്ന തുക വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അധികൃതർ പറയുന്നു. മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അംഗൻവാടി കുട്ടികളും വകുപ്പും. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വലിയ പൂവുണ്ടായി,
ചക്കിയുണ്ടായി. ഇവിടെ വിഷയം എന്താ ചോദിച്ചാൽ ഈ സാധനം കൊണ്ടേ വെക്കുന്നു. ഇപ്രാവശ്യം ചട്ടിയില് തൈ കൊടുക്കണ്ട, ചട്ടിയിൽ മണ്ണുണ്ടാക്കി സാധനം കൊടുക്കണ്ട എന്നാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സംഭവം പഠിക്കുന്നില്ല. പിന്നെ ചെറിയ ചട്ടികളായതുകൊണ്ട് തന്നെ ചെടി വളർന്ന് വലുതാകുമ്പോഴേക്കും അതിന്റെ വേരുകൾ പോയി കൃത്യമായിട്ട് ഫലം തരാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുന്നു. KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. വിവിധ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പച്ചക്കറി കൃഷി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം EP സുരേഷ്, KA വിനീത എന്നിവർ സംസാരിച്ചു. വിവിധ പാടശേഖര ഭാരവാഹികൾ, കർഷകർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെ പാർക്കിംഗ് കേന്ദ്രം നടത്തിപ്പ് ചുമതല കഴിഞ്ഞ ദിവസം പുതിയ കരാറുകാരൻ ഏറ്റെടുത്തു. ഷൊർണൂർ സ്വദേശിയാണ് പുതിയ കരാറുകാരൻ. സൈക്കിളിന് പ്രതിദിനം 25 രൂപയും മറ്റ് ഇരുചക്ര വാഹനങ്ങൾക്ക് 30 രൂപയും കാറിനും ഓട്ടോറിക്ഷയ്ക്കും 100 രൂപയുമാണ് ഇപ്പോൾ ഈടാക്കുന്ന ഫീസ്. റെയിൽവേക്ക് നൽകേണ്ട വാടക തുക നൽകാതെ മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയതിലാണ് ഒരു മാസം മുമ്പ് പഴയ കരാറുകാരനെ ഒഴിവാക്കിയത്. ഒരു മാസത്തോളം യാത്രക്കാർ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തത് സ്വന്തം ഉത്തരവാദിത്വത്തിലായിരുന്നു. 2 മാസം മുമ്പാണ് പുതിയ പാർക്കിംഗ് കേന്ദ്രം റെയിൽവേ തുറന്നു നൽകിയത്. 5000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ 100 കണക്കിന് വാഹനങ്ങൾ നിർത്താനാകും. റെയിൽവേ സ്റ്റേഷന് വലതുവശത്തായുള്ള സ്ഥലത്താണ് പാർക്കിംഗ് സൗകര്യമുള്ളത്. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനോടൊപ്പമാണ് പാർക്കിംഗ് കേന്ദ്രവും നിർമ്മിച്ചത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഇതിഹാസകാരൻ OV വിജയൻ്റെ 95ാം ജന്മദിനാഘോഷം ജന്മനാടായ മങ്കരയിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും OV വിജയൻ സ്മാരക ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ലൈബ്രറിയന്മാർക്ക് ഒരു കുറവുമില്ല. 3 ലൈബ്രറിയന്മാരാണ് ഇവിടെ ഉള്ളത്. ഒരാൾ ശമ്പളത്തോടു കൂടിയുള്ള ലൈബ്രറിയൻ, 2 ആൾ ശമ്പളമില്ലാത്ത ലൈബ്രറിയൻ, അല്ലെ? പരന്ന വായനയുമായി ലൈബ്രറിയനാകാൻ പോകുന്ന ആളുകൾ ഇവിടെ 3 ആളുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അവരുടെ കൂടെ എന്താ പറയേണ്ടത്, സേവനോ മനോഭാവം ഒക്കെ വെച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് കൈമാറാൻ കുറേ പുസ്തകങ്ങൾ നമ്മളുടെ വീടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാതെ മൂലയ്ക്ക് വെക്കപ്പെട്ടിട്ടുണ്ട്. അവ കൂടി നമ്മുടെ ലൈബ്രറിയിലേക്ക് എത്തിക്കാനുള്ള ഊഷ്മളമായ ഒരു പ്രവർത്തനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ മങ്കര ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞു. ക്വിസ്, വായന എന്നീ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് ചെയർപേഴ്സൺ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ, കിഷോർ സ്വാമി, രുക്മിണി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വായനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അനങ്ങനടി ഓട്ടിസം സെൻ്ററിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ മാസിക പ്രകാശനം ചെയ്തു. ഇവിടം മനോഹരമാണ് എന്ന പേരിൽ തയ്യാറാക്കിയ മാസികയുടെ പ്രകാശനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിർവഹിച്ചു. പാലക്കാട് ജില്ലയിൽ തന്നെ വേറിട്ട ഇടപെടലുകൾ നടത്തുന്ന ഓട്ടിസം സെൻ്ററാണ് ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള അനങ്ങനടിയിലെ ഓട്ടിസം കേന്ദ്രം. ആകെ 35ഓളം കുട്ടികളാണ് ഈ സെൻ്ററിന് കീഴിലുള്ളത്. വൈകല്യങ്ങളെ മറികടന്ന കുട്ടികളും ഇവരെ പരിചരിക്കുന്ന രക്ഷിതാക്കളും തയ്യാറാക്കിയ ഇവിടം മനോഹരമാണ് എന്ന മാസിക P മമ്മിക്കുട്ടി MLA പ്രകാശനം ചെയ്തു. ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷിക്കാര് ആയതുകൊണ്ട് ജന്മനാൽ വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാവും. ജനിച്ചതിന് ശേഷം സംഭവിക്കുന്ന അത്തരം കുറവുകളുണ്ടാവാം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിരമിച്ച ഒറ്റപ്പാലം BPC K പ്രഭാകരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളായ 3 ജേതാക്കളെയും
ചടങ്ങിൽ അനുമോദിച്ചു. മുഴുവൻ കുട്ടികൾക്കും നമ്മൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CP ശശി, CP വനജ, K റഫീഖ്, SSK ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ K കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം BPC PM വെങ്കിടേശ്വരൻ സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് വിജിശ്രീ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശി കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പദ്ധതി വിശദീകരണവും കർഷകരുമായി ചർച്ചയും നടത്തി. കാർഷിക ഇൻഷുറൻസ് കമ്പനി ജില്ലാ കോർഡിനേറ്റർ സുമ കേന്ദ്രവിള ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് വിവരിച്ചു. ചടങ്ങിൽ കാർഷിക വികസന സമിതി അംഗങ്ങളും പാടശേഖര സെക്രട്ടറിമാരും പങ്കെടുത്തു. കൃഷി ഓഫീസർ CR അർച്ചന സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുളപ്പുള്ളി വിഷ്ണു ആയുർവേദ കോളേജ് NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. 20ഓളം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബിൽ പങ്കെടുത്തു. രാവിലെ 11 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് ആരംഭിച്ചത്. റെയിൽവേ പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. പ്രിൻസിപ്പാൾ ഡോക്ടർ കിരാതമൂർത്തി, ഡോക്ടർമാരായ ആദർശ്, ശ്രീനാഥ്, അനീഷ് എന്നിവർ ലഹരിക്കെതിരായ ബോധവൽക്കരണ സന്ദേശം നൽകി. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ മറന്ന് ലഹരി മരുന്നുകളുടെ പിന്നാലെ പായുന്ന ഒരു അവസ്ഥ വരും തലമുറയ്ക്ക് വളരെയധികം ഹാനികരമാണ്. നമ്മുടെ വരും തലമുറ നല്ല ലക്ഷ്യങ്ങൾ നേടുകയും നല്ല സംസ്കാരമുള്ള മനുഷ്യന്മാരെ മാറേണ്ടതും അത്യാവശ്യമാണ്. ഇതിന് നമ്മൾ വേണ്ടത്ര വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകർ, നാട്ടുകാർ, പാരന്റ്സ് എല്ലാവരും ഇതിന് ഒത്തുചേർന്ന് നമുക്ക് പരിശ്രമം ചെയ്യണം. അതിലേറ്റവും പ്രധാനമായ ഒരു പ്രവർത്തനമാണ് എല്ലാവരെയും ഇത് ബോധവാന്മാരാക്കുക എന്നുള്ളത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൗമാരക്കാർക്കായി വിശ്വാസ് ഇന്ത്യ പാലക്കാട് ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കും. വിശ്വാസ് പാലക്കാട് ചാപ്റ്റർ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിശ്വാസ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയോടെയാകും ലഹരി വിമോചന കേന്ദ്രം തുടങ്ങുക. സിവിൽ സ്റ്റേഷനിലും കോടതികളിലും വരുന്ന നിർധനരായവർക്ക് നൽകി വരുന്ന വിശ്വാസ് ഉച്ചയ്ക്കൊരൂൺ പദ്ധതി നഗരത്തിലെ ഹോട്ടലുകളുടെയും ബേക്കറികളുടെയും സഹകരണത്തോടെ വിപുലീകരിക്കും. വിചാരണ തടവുകാർക്ക് സഹായം നൽകാനും യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടറും വിശ്വാസ് ഇന്ത്യ പാലക്കാട് ചാപ്റ്റർ പ്രസിഡന്റുമായ G പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന 12ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സെക്രട്ടറി M ദേവദാസ് റിപ്പോർട്ടും ട്രഷറർ CR ഹരീഷ് കണക്കുകളും അവതരിപ്പിച്ചു. വിശ്വാസ് ഇന്ത്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P പ്രേംനാഥ് ആമുഖ പ്രഭാഷണം നടത്തി. ക്രിമിനൽ നീതി നിർവഹണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മുൻ ചീഫ് എഞ്ചിനീയർ A രാമചന്ദ്രൻ പ്രസംഗിച്ചു. മുൻ അംബാസിഡർ ശ്രീകുമാർ മേനോൻ, KV വാസുദേവൻ, VP കുര്യാക്കോസ്, അഡ്വക്കേറ്റ് S ശാന്താദേവി എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാഖി സ്വാഗതവും ഡിജിറ്റൽ മീഡിയ കൺവീനർ ദീപ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായി കുട്ടികളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിന് ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് K രാധാകൃഷ്ണൻ MP. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് ലോകോത്തരമെന്നും MP. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയ സമർപ്പണം. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ BJP പ്രതിഷേധം.
BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ച്. ഭരണാധികാരികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ. ഓങ്ങല്ലൂർ പുലാശ്ശേരിക്കരയിൽ അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് പുലാശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാർ ശ്രീദേവി ദമ്പതികളുടെ മകൻ ആരവ്. അപകടം ഇന്നലെ വൈകിട്ട്. കുട്ടി മരിച്ചത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വടക്കാഞ്ചേരി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ കവർന്നു. കവർച്ച കേളത്ത് സ്കാഫ് ഹോൾഡിംഗ് എന്ന കമ്പനി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.